എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നീറ്റ് അതുകൂടാതെ നീറ്റ് എക്സാമിനേഷൻ അതുകൂടാതെ കീം എക്സാമിനേഷൻ എന്നിവ എന്തൊക്കെയാണെന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. അപ്പോൾ നീറ്റ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യത എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നീറ്റ് എക്സാമിനേഷനുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ +2 കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫിസിക്സ്, അതായത് ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുകൂടാതെ ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഇതിനുള്ള മാർക്കിൻ്റെ ശതമാനമാണ്. അതായത് +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്കുള്ള മാർക്കിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ടോട്ടൽ 50% മാർക്ക് ജനറൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ നേടിയിരിക്കണം എന്നുള്ളതാണ്. അതായത് ജനറൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ നേടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ആ ഒരു SSC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് 40% മാർക്കാണ് വാങ്ങിക്കേണ്ടത്. അതായത് SSC ST അതുകൂടാതെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടത്, അതായത് എന്നീ വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടത് 40% മാർക്കാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് വേണ്ടത് 40% മാർക്കാണ്. അപ്പോൾ ഇതാണ് എലിജിബിലിറ്റി. ഏജ് ലിമിറ്റ്, അതായത് കൂടിയ ലിമിറ്റ് ഇല്ല. അതായത് എത്ര വയസ്സ് വേണമെങ്കിലും എഴുതാം, പക്ഷേ കുറഞ്ഞ ലിമിറ്റ് 17 വയസ്സാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഈ ഒരു കേരളത്തിൽ അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ, അതായത് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ കീം എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു കേരളത്തിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൂടാതെ നീറ്റ് എക്സാമിനേഷനിൽ യോഗ്യത നേടിയിരിക്കണം. അപ്പോൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്ക് വെച്ചിട്ടാണ് കേരളത്തിലുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് ഈ ഒരു MBBS BDS കോഴ്സുകളിലേക്കൊക്കെ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ നീറ്റിൽ അഖിലേന്ത്യാ കോട്ടയുണ്ട്. ആ ഒരു കോട്ടയിലേക്കാണ് ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ വഴി അഖിലേന്ത്യാ കോട്ടയിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ കേരളത്തിൽ ഏകദേശം 50% കോട്ടയാണ് അഖിലേന്ത്യാ കോട്ട ഉള്ളത്. അപ്പോൾ അതിലേക്കും അതുകൂടാതെ ബാക്കി 85% സീറ്റിലേക്കും അഡ്മിഷൻ നടത്തുന്നത് ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ്റെ ആ ഒരു റാങ്ക് വെച്ചിട്ടാണ്. അതായത് ആ ഒരു റാങ്ക് വിദ്യാർത്ഥികളോട് അപ്ലോഡ് ചെയ്യാൻ പറയും. അതിനുശേഷം ആ ഒരു റാങ്ക് വെച്ചിട്ടാണ് ഈ ഒരു, അതായത് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു MBBS BDS അതുകൂടാതെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതി അതിൽ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് എന്താണ് കീം എക്സാമിനേഷൻ എന്നുള്ളതാണ്. കീം എന്ന് പറയുന്നത് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ മെഡിക്കൽ എന്നുള്ളതാണ് കീമിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഈ ഒരു കേരളത്തിലെ പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷനാണ് കീം എന്ന് പറയുന്നത്. അതായത് എഞ്ചിനീയറിംഗ് അതുകൂടാതെ ആർക്കിടെക്ചർ മെഡിക്കൽ കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനാണ് കീം എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ കീമിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി അതുകൂടാതെ മാത്തമാറ്റിക്സ് എന്നിവയിലുള്ള യോഗ്യതയാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾ ആ ഒരു 2 സബ്ജക്റ്റിനും കൂടി ടോട്ടൽ 50% വാങ്ങിക്കണം. അതായത് +2ൽ, അതായത് സെക്കൻഡ് ഇയറിന് വാങ്ങിക്കണം. അത് അടുത്തതായിട്ടുള്ളത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സിനും സെപ്പറേറ്റ് ആയിട്ട് 50% +2ന് വാങ്ങിക്കണം എന്നുള്ളതാണ് ഈ ഒരു കീം എക്സാമിനേഷനിലുള്ള റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ ഒരു കീം എക്സാമിനേഷനിൽ 120 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് 120 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കായിരിക്കും. അപ്പോൾ ആ ഒരു ഓരോ പേപ്പറും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഒരു പേപ്പറും മാത്തമാറ്റിക്സ് മറ്റൊരു പേപ്പറുമായിരിക്കും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് ആ വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ടത് 10 മാർക്കാണ് ഒരു പേപ്പറിന്. അങ്ങനെ ഓരോ പേപ്പറും 10 മാർക്കാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ
കയറുന്നതിനുള്ള, അതായത് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുന്നതിനുള്ള യോഗ്യത, അതായത് ഫിസിക്സ് കെമിസ്ട്രി ഉള്ള ആ ഒരു പേപ്പറിന് വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ട മാർക്ക് 10 മാർക്കാണ്. അതുകൂടാതെ മാത്തമാറ്റിക്സിൽ വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ടത് 10 മാർക്കാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരും. അടുത്തതായിട്ടുള്ളത് ഈ ഒരു എൻജിനീയറിംഗ്, അതായത് എൻജിനീയറിംഗിൽ പഠിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നിവയിലുള്ള യോഗ്യതയാണ് പരിഗണിക്കുക. അപ്പോൾ 50-50% അതായത് നിങ്ങൾക്ക് +2 ലഭിച്ച മാർക്കും അതുകൂടാതെ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ലഭിച്ചിട്ടുള്ള മാർക്കും 50-50 എടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് +2 സെക്കൻഡ് ഇയറിനുള്ള +2ൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത്, +1ൻ്റെ അല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോഴേ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ടുള്ളത് ഈ ഒരു ആർക്കിടെക്ചറാണ്, അതായത് BArch കോഴ്സാണ്. അപ്പോൾ BArch കോഴ്സിൽ വിദ്യാർത്ഥി യോഗ്യത നേടണമെന്നുണ്ട്, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥിക്ക് വേണ്ടത് ആ ഒരു വിദ്യാർത്ഥി നാറ്റ എക്സാമിനേഷൻ പാസ്സായിരിക്കണം. നാറ്റ എന്ന് പറയുന്നത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓഫ് ആർക്കിടെക്ചർ എന്നുള്ളതാണ് നാറ്റയുടെ പൂർണ്ണരൂപം. അപ്പോൾ ആ ഒരു നാറ്റ എക്സാമിനേഷനിൽ യോഗ്യത നേടിക്കഴിഞ്ഞാലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് BArchലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഓൾറെഡി ആദ്യം അപ്ലൈ ചെയ്യാൻ സാധിക്കും, പക്ഷേ ആ ഒരു റാങ്ക് ലിസ്റ്റ് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നാറ്റ എക്സാമിനേഷനിൽ യോഗ്യത നേടിയിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു നീറ്റ് എക്സാമിനേഷന് നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി, അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുകൂടാതെ ഇംഗ്ലീഷ് എന്നിവയിലുള്ള വിജയമാണ് യോഗ്യതയായിട്ട് പരിഗണിക്കുന്നത്. അതായത് 50% ജനറലിനും 40% SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുമാണ് ആ ഒരു മാർക്ക്, അതായത് ആ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ആ ഒരു ജനറൽ വിഭാഗത്തിന് 50%ഉം SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 40%ഉമാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും നീറ്റ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറഞ്ഞ പ്രായപരിധി 17 വയസ്സും ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്ര വയസ്സുള്ള ആൾക്കും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു KEAM എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. എക്സാമിനേഷൻ എഴുതണം എന്നുള്ളത് നിർബന്ധമില്ല. അതുകൂടാതെ ഈ ഒരു നീറ്റ് എക്സാമിനേഷന് യോഗ്യത നേടിയാൽ മാത്രമേ കേരളത്തിലുള്ള മെഡിക്കൽ, അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് ഉള്ള അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷനിൽ യോഗ്യത നേടുക. അപ്പോൾ നീറ്റ് എക്സാമിനേഷന് പരിഗണിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയും അതുകൂടാതെ ബയോളജിയുടെ ക്വസ്റ്റ്യനാണ് കൂടുതലായിട്ടുണ്ടാവുക. ബയോളജി പാർട്ടിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുകൂടാതെ BArch കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർ നാറ്റ എക്സാമിനേഷൻ കൂടി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു എൻജിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ, കൂടാതെ ഏത് കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് 50%ഉം അതുകൂടാതെ മാത്തമാറ്റിക്സിലും 50% മാർക്ക് വാങ്ങിക്കണം. ഈ ഒരു MBBS ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് ടോട്ടൽ 50% മാർക്ക് വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് മാനദണ്ഡമായിട്ട് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.